നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ് യെസ് ഇറ്റ്സ് ഒഫീഷ്യൽ. ബ്രസീൽ ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 2 മത്സരങ്ങൾ അവശേഷിക്കെ അവരിതാ യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. അർജന്റീന നേരത്തെ യോഗ്യത ഉറപ്പാക്കിയതാണ്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തോടുകൂടി ബ്രസീലും യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് അവർ ഇന്ന് പരാഗ്വയെ പരാജയപ്പെടുത്തിയത്. വിനി ജൂനിയറാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ബ്രസീലിൽ വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ വിനി ജൂനിയറും മാത്യൂസ് കുഞ്ഞയുമാണ് അണിനിരുന്നത്. ഇരുഭാഗത്തുമായിട്ട് മാർട്ടിനെല്ലിയും റാഫീഞ്ഞയും ഉണ്ടായിരുന്നു. മത്സരത്തിൽ ആദ്യ പകുതിയിൽ ബ്രസീൽ ആധിപത്യം പുലർത്തുന്നു, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ ഗോളിലേക്കുള്ള വഴി മാത്രം അകന്നു നിന്നു. എന്നാൽ ഒടുവിൽ 44-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയർ പന്ത് വലയിലേക്ക് എത്തിച്ചു. മാത്യൂസ് കുഞ്ഞ റാഫീഞ്ഞയിൽ നിന്ന് നഷ്ടപ്പെട്ട പന്ത് അത് മാത്യൂസ് കുഞ്ഞ റിക്കവർ ചെയ്ത് എടുത്തു കൊടുത്ത മികച്ചൊരു പാസിൽ നിന്നാണ് അനായാസം വിനി പന്ത് വലയിലേക്ക് എത്തിച്ചത്. ഇടവേള സമയത്ത് ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. ആദ്യ പകുതി അപേക്ഷിച്ച് രണ്ടാം പകുതി ഒരല്പം ബ്രസീൽ പിന്നോട്ട് പോയി എന്ന് പറയേണ്ടി വരും. പക്ഷേ ബ്രസീൽ ആ ഒറ്റ ഗോൾ ലീഡ് പിടിച്ചു നിർത്തി വിജയിച്ച് കയറുകയും ചെയ്തു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ബ്രസീൽ ഇതാ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലെ 2ാമത്തെ മത്സരത്തിൽ തന്നെ ബ്രസീൽ വിജയിച്ചു. ഒപ്പം 2026 വേൾഡ് കപ്പിൽ ബ്രസീൽ ഉണ്ടാകും. അല്ലെങ്കിലും ബ്രസീൽ ഇല്ലാതെ എന്തെങ്കിലും വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടോ? അത് ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ബ്രസീൽ ഇതാ വേൾഡ് കപ്പിന് ടിക്കറ്റ് ഉറപ്പിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.